ലിയാൻഡ്രോ പരേഡസ്, ദി പരാഗ്വൻ ഇൻ അർജന്റീൻ ജേഴ്സി. ലിയാൻഡ്രോ പരേഡസിനെ ഏറ്റവും എളുപ്പം വിവരിക്കാൻ കഴിയുന്ന വരികളാണ് മുകളിൽ. നിലവിൽ ബൊക്ക ജൂനിയേഴ്സിന്റെ താരമാണ്. അർജന്റീന സ്കലോണിക്കൊപ്പം നേടിയ കപ്പുകളിൽ 2 മിഡ്ഫീൽഡേഴ്സാണ് പകരക്കാരില്ലാത്തവരായി തോന്നിയിട്ടുള്ളത്. റോഡ്രിഗോ ഡീപോളും ലിയാൻഡ്രോ പരേഡസും. റോഡ്രിഗോ മധ്യനിരയിലേക്ക് ഫിസിക്കൽ ഗെയിമാണ് കൊണ്ടുവരുന്നതെങ്കിൽ പരേഡസ് ടെക്നിക്കാലിറ്റിയാണ്. പാസിംഗ് റേഞ്ച് കൊണ്ട് മത്സരം നിയന്ത്രിക്കാനാവുന്ന മിഡ്ഫീൽഡർ. റോമയിൽ കളിക്കുന്ന കാലത്താണ് ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ റോമയിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്കോ ലാ ലീഗയിലേക്കോ എത്തുമെന്നും മെച്ചപ്പെട്ട വ്യൂവർഷിപ്പിലേക്ക് അയാൾ കടക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ടോപ്പ് 5 പുറത്ത് റഷ്യൻ ലീഗിലേക്ക് സെനിറ്റ് സെന്റ് പ്ലയേഴ്സ്ബർഗിലേക്ക് അയാൾ കൂടുമാറുന്നത്. റോബർട്ടോ മാൻസിനി എന്ന ഫിലോസഫറുടെ കീഴിൽ പന്ത് തട്ടാനുള്ള ആഗ്രഹം കൊണ്ടാകാം. പിന്നീട് PSG വരുന്നുണ്ട്. ആ വരവും പകരക്കാരനായാണ്. ഫ്രാങ്കി ഡിയോങ്ങിന് വേണ്ടി പാരീസും ബാഴ്സയും ഒരുമിച്ചിറങ്ങുന്നു. ഫ്രാങ്കി ബാഴ്സയെ തിരഞ്ഞെടുക്കുന്നു. PSG സെക്കൻഡ് ഓപ്ഷനായി ലിയാൻഡ്രോയിൽ ലാൻഡ് ചെയ്യുന്നു. ഫ്രഞ്ച് ലീഗ് കാണാത്തത് കൊണ്ട് തന്നെ പിന്നീട് അയാളെ ചാമ്പ്യൻസ് ലീഗിലാണ് കാണുന്നത്. അവിടെ അയാൾ കളം നിറയുന്നുണ്ട്. ബാഴ്സയ്ക്കെതിരെയാണെന്ന് തോന്നുന്നു. ഒരു പ്രോപ്പർ DM പോലുമില്ലാതെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന പരേഡസിനെ സാക്ഷ്യം വഹിച്ചത്. കൺസിസ്റ്റൻ്റായി അയാളത് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ PSG മോശം ഡ്രസ്സിംഗ് റൂം സമയമായതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങളേറെയും വിവാദ നിമിഷങ്ങൾ കൊണ്ടുപോയി. പിന്നീട് റോമയിലേക്ക്, അവിടെ നിന്ന് ബൊക്ക ജൂനിയേഴ്സിലേക്ക്, ബാക്ക് ടു പ്രസന്റ്. എന്നാൽ ക്ലബ്ബ് ഫുട്ബോളിൽ നിരസിച്ചതെല്ലാം നാഷണൽ ജേഴ്സി അയാൾക്ക് നൽകി. ഡീപോളിനൊപ്പം ജയിച്ച മത്സരങ്ങൾ ഏറെയാണ്. എൻസോ ഫെർണാണ്ടസും പലാസിയോസും മാക്കലിസ്റ്ററുമുള്ള ടീമിലും സ്കലോണി ഗെയിം സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ടീമിന് റിതം സമ്മാനിക്കാൻ നിയോഗിച്ചത് 32-കാരനെയാണ്. പരാഗഞ്ചിയൻ അയാളെ ഇടയ്ക്കിടയ്ക്ക് മൈതാനത്ത് അനഭിമിതനാക്കുന്നുമുണ്ട്. ചൂടൻ ശൈലി, പലപ്പോഴും ഓവർ കമ്മിറ്റ് ചെയ്യുന്ന ഫൗൾ, കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന സ്വഭാവം. ന്യൂട്രൽ ഫാൻസിനെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവരുടെ ഗുഡ് ബുക്കിൽ പരേഡസ് കയറി പറ്റാത്തതും അതാകാം. ഇന്നലെ തന്നെ മാക്കലിസ്റ്ററും ഡീപോളും നിറം മങ്ങിയിടത്ത് ഗെയിം ഡിമാൻഡ് ചെയ്യുന്ന കൂളാൻ കാംബോൾ റൊട്ടേഷനിലേക്കും പാസിംഗ് ലൈനിലേക്കും ചാമ്പ്യന്മാരെ തിരികെ കൊണ്ടുവന്നത് 5-ാം നമ്പറുകാരനും 10-ാം നമ്പറുകാരനുമാണ്. നിങ്ങളെല്ലാ മികച്ച കളിക്കാരെയും ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇഷ്ടം പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ മികച്ച കളിക്കാരെ അംഗീകരിക്കാൻ, അക്നോളജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ലിയാൻഡ്രോ പരേഡസ് ഈസ് വൺ ഓഫ് ദോസ് പ്ലേയേഴ്സ്. വെദർ യു ലവ് ഹിം ഓർ നോട്ട് is your choice. Whether you acknowledge him is a reflection of how well you understand the game. Damn the player, damn the number.